ഇടംവലം വിടാതെ തൊടുപുഴക്കാർ പിടിച്ചുവച്ചിരിക്കുന്ന നേതാവാണ് പി.ജെ. ജോസഫ് എന്ന് നിസ്സംശയം പറയാം. എൽ.ഡി.എഫിൽ നിന്നാലും യു.ഡി.എഫിന്റെ കൂടെയാണെങ്കിലും ജോസഫിനെ തൊടുപുഴ കൈവിട്ടിട്ടില്ല. തൊടുപുഴയുടെ ഒഴുക്കിനൊപ്പമാണ് പി.ജെയുടെ രാഷ്ട്രീയ ജീവിതം. 10 തവണ പാട്ടുംപാടി ജയിച്ചുകയറി മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച ചരിത്രം തൊടുപുഴയുടെ സ്വന്തം ജോസഫിനുണ്ട്. ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ കളമൊരുങ്ങുമ്പോൾ ജോസഫ് മാറി നിൽക്കാനുള്ള നീക്കത്തിലാണോ? അനാരോഗ്യം മൂലം ഇത്തവണ മകൻ അപ്പുവിന് സീറ്റ് വിട്ടുകൊടുത്ത് പി.ജെ. മാറി നിൽക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. യു.ഡി.എഫിന് അനുകൂലമായ അന്തരീക്ഷമൊരുങ്ങുമ്പോൾ പി.ജെ. മാറി നിൽക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. പി.ജെ. ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടുമില്ല. ജോസഫ് മത്സരിക്കില്ലെങ്കിൽ എങ്ങനെയും മണ്ഡലം പിടിച്ചെടുക്കാനുള്ള തന്ത്രം എൽ.ഡി.എഫും സജീവമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് ഇവിടെ എൽ.ഡി.എഫ് സീറ്റ്. നിയോജകമണ്ഡലം പ്രസിഡന്റും മുൻ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റുമായ ജിമ്മി മറ്റത്തിപ്പാറയുടെ പേരാണ് ഇടതുപാളയത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. എൻ.ഡി.എയിൽ ബി.ജെ.പിക്കാണ് സീറ്റെങ്കിലും സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല. 2 തവണ അടിതെറ്റിയത് പി.ടി. തോമസിനു മുന്നിൽ തൊടുപുഴയിൽ ജോസഫ് ഗ്രൂപ്പ് ആകെ വീണത് 2 തവണയാണ്. അതും കോൺഗ്രസ് നേതാവ് പി.ടി. തോമസിനു മുന്നിൽ. 1970-ൽ കന്നി അംഗത്തിൽ തന്നെ പി.ജെ. ജോസഫ് ഇവിടെ ജയിച്ചതാണ്. പിന്നീട് 1977, 80, 82, 87 തിരഞ്ഞെടുപ്പുകളിൽ വിജയമാവർത്തിച്ചു. കേരള കോൺഗ്രസ് എൽ.ഡി.എഫിലെത്തിയ 1991-ൽ പി.ടി. തോമസ് മണ്ഡലം പിടിച്ചെടുത്തു. ജോസഫ് ഗ്രൂപ്പിലെ പി.സി. ജോസഫിനെ 1092 വോട്ടുകൾക്ക് മറികടന്നാണ് പി.ടി. വിജയക്കൊടി പാറിച്ചത്. 1996-ലെ തീപാറിയ പോരാട്ടത്തിൽ പി.ജെ. ജോസഫ് ഒരിക്കൽ കൂടി ആധിപത്യം നേടി. 2001-ൽ പക്ഷേ വിജയം പി.ടി. തോമസിനൊപ്പം നിന്നു. 2006-ൽ പി.ജെ. വീണ്ടും തൊടുപുഴ തിരിച്ചുപിടിച്ചു. പിന്നീട് യു.ഡി.എഫിലേക്ക് മാറിയ 2011-ലും 2016-ലും 2021-ലും വിജയം ആവർത്തിച്ചു. തൊടുപുഴയിൽ ഇന്ന് കാണുന്ന വികസനത്തിനെല്ലാം സുപ്രധാന പങ്കുവഹിച്ചത് പി.ജെ. ജോസഫ് എം.എൽ.എയുടെ ഇടപെടൽ കൊണ്ടു മാത്രമാണെന്ന അവകാശവാദവുമായാണ് യു.ഡി.എഫ് തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. പാതിവഴിയിൽ കിടന്ന തൊടുപുഴ കെ.എസ്.ആർ.ടി.സി. ടെർമിനൽ പൂർത്തിയാക്കാൻ ശ്രദ്ധേയ ഇടപെടൽ നടത്തിയതടക്കം 5 വർഷത്തിനിടെ ഒട്ടേറെ സുപ്രധാന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും യു.ഡി.എഫ് ചൂണ്ടിക്കാട്ടുന്നു. മാരിയിൽ കടവുപാലം അപ്രോച്ച് അന്തിമ നിർമ്മാണവും റിവർവ്യൂ റോഡ് നിർമ്മാണവുമെല്ലാം നേട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷൻ അനക്സ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്, വന്യമൃഗശല്യം രൂക്ഷമായ മുള്ളരിങ്ങാട് വനമേഖലയിൽ ഫെൻസിംഗ് നടത്തിയത്, തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ കാരുണ്യ ഫാർമസി, മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് ബസ് വാങ്ങാൻ 60 ലക്ഷം അനുവദിച്ചത്, തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് സ്ഥാപിക്കാൻ 34 ലക്ഷം അനുവദിച്ചത് എല്ലാം നേട്ടങ്ങളുടെ പട്ടികയിലുണ്ട്. പ്രതിപക്ഷം ചോദിക്കുന്നു, എവിടെ വികസനം? എം.എൽ.എയും യു.ഡി.എഫും കൊട്ടിഘോഷിക്കുന്ന വികസനം തൊടുപുഴയിലില്ലെന്ന ആരോപണവുമായാണ് എൽ.ഡി.എഫ് ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്നത്. താലൂക്ക് വികസന സമിതികളിൽ എം.എൽ.എ പങ്കെടുക്കാത്തത് പ്രധാന പോരായ്മയായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു. തൊടുപുഴയിൽ ഒരു സ്റ്റേഡിയം വേണമെന്ന വർഷങ്ങളായിട്ടുള്ള ആവശ്യം യാഥാർത്ഥ്യമാക്കാത്തത് കോട്ടങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട്. സ്റ്റേഡിയത്തിനായി ഇതുവരെ സ്ഥലമേറ്റെടുത്തു കൊടുക്കാൻ പോലും എം.എൽ.എക്ക് കഴിഞ്ഞിട്ടില്ല. മിച്ചഭൂമിയുള്ള സ്ഥലമായിട്ടും തൊടുപുഴയിൽ ഐ.ടി. പാർക്കില്ലാത്തതും എൽ.ഡി.എഫ് പ്രചരണായുധമാക്കുന്നുണ്ട്. കൊച്ചിയുടെ ഉപനഗരമായി വളരുന്ന തൊടുപുഴയിൽ ഒരു ഐ.ടി. പാർക്ക് യാഥാർത്ഥ്യമായാൽ വികസന കാഴ്ചപ്പാട് മാറിമറിയുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. മികച്ചൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും വേണ്ടത്ര ഇടപെടലുകൾ നടന്നിട്ടില്ലെന്നതും കോട്ടമായി കണക്കാക്കുന്നു. തൊടുപുഴ നഗരത്തിൽ തന്നെ മോർ ജംഗ്ഷനിലേതടക്കമുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഇനിയും നടപടിയായിട്ടില്ല. മുള്ളരിങ്ങാട്ടെ കാട്ടാനശല്യം പരിഹരിക്കാൻ ശാശ്വത നടപടി ഉണ്ടായില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു.